ഹലോ ഗായ്സ്, നമ്മുടെ ബ്രദറിൻ്റെ സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ, ടൊമാറ്റോ എഗ് ഫ്രൈ. ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്കൊന്ന് നോക്കാം. കുക്കിങ്ങിലേക്ക് പോവാം നമുക്ക്. ഓക്കെ, കമോൺ ഗായ്സ്. നമുക്ക് ആദ്യം ഒരു 3 സബോള എടുത്ത് അരിഞ്ഞ് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ആദ്യം ഇതുപോലെ കട്ട് ചെയ്തിട്ട് കുറച്ച് നേരം വാടണം. കുറച്ച് ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് ഒരു 6 മുട്ട എടുത്തിട്ടുണ്ട്. 6 മുട്ടയിൽ കുറച്ച് പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടിട്ട് നന്നായിട്ട് അടിക്കുക. കുറച്ച് തക്കാളി, 2 തക്കാളി എടുത്താൽ മതി കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുക. അപ്പോഴേക്കും നമുക്ക് ഉള്ളി നന്നായിട്ട് ഒന്ന് വാടി കിട്ടണം. അതിൽ നമുക്ക് എന്നിട്ട് കുറച്ച് ഉപ്പ് കുറച്ച് ഇടണം കേട്ടോ. അത്യാവശ്യത്തിന് മതി ഉപ്പ്, അത്യാവശ്യത്തിന് ഇടാം. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വല്ലാണ്ട് ചൂട് വേണ്ട. ഇപ്പോഴത്തേക്ക് നമുക്ക് അത്ര ചൂട് വേണ്ട കേട്ടോ. നമുക്കൊന്ന് പിടിക്കണ്ട, ഉപ്പൊക്കെ ഒന്ന് പിടിക്കണുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇനി നമ്മൾ അരിഞ്ഞിട്ടിട്ടുള്ള തക്കാളി അതിൽ ഇട്ടിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ട്. ഇതിൽ നമ്മൾ ഇട്ടിട്ടുള്ളത് ഉള്ളി, സബോള, വെളിച്ചെണ്ണ, ഉപ്പ് കേട്ടോ. വേറെ ഒന്നുമില്ല ഇതിൽ. അപ്പോൾ ഇത് കുറച്ചൊന്ന് വാടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മസാല രൂപത്തിലാവും കേട്ടോ. ഒരു മസാല രൂപത്തിലാവും. തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞു, സബോള നന്നായിട്ട് വെന്ത് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ കുറച്ച് മുളക് പൊടി, അതായത് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഇടാം കേട്ടോ, കുഴപ്പമില്ല. 1.5 ടീസ്പൂണൊക്കെ മുളക് പൊടി ഇടാം. പിന്നെ മേലെ കൂടെ നന്നായിട്ട് വെതറിയിട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് സെയിം അതുപോലെ നന്നായി ഫ്രൈ ആയിട്ട് എടുക്കണം കേട്ടോ. നന്നായി ഫ്രൈ ആയിട്ട് ഒരു ഗ്രേവി പോലെ ആവും. അത് ഗ്രേവി പോലെ ആവും കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വാടി നല്ലൊരു ഇതിൽ സെറ്റായിട്ടുണ്ട് കേട്ടോ. നന്നായി ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ കലക്കി വെച്ചിരുന്ന മുട്ട അതിൽ കൂടെ ഒഴിക്കുക കേട്ടോ. അതിൻ്റെ മേലെ കൂടെ ഒഴിക്കുക. അപ്പോൾ നന്നായിട്ട് എടുക്കുക. മുട്ടയ്ക്കൊക്കെ ഇപ്പോൾ എന്താ വില, അത് കാരണം നന്നായിട്ട് എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടി ഇത്തിരി ചൂടൊക്കെ ഒന്ന് കൂട്ടിയിടാം കേട്ടോ. ലൈറ്റായിട്ട് ചൂട് ഇത്തിരി കൂട്ടിയിട്ടിട്ട് ഇതൊക്കെ ഇളക്കി കൊടുക്കാം നന്നായിട്ട്. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യുക. സാധാരണ ആംപ്ലേറ്റൊക്കെ ഉണ്ടാക്കുന്ന സംഭവം തന്നെയാണ്, പക്ഷേ ഇതൊത്തിരി വെറൈറ്റി ആയിരിക്കും. നമുക്ക് ടേസ്റ്റ് അടിപൊളിയായി ഉണ്ടാവും. ഇത് നമ്മൾ സാധാരണ ആംപ്ലേറ്റ് കഴിക്കുന്ന പോലെയല്ല. അപ്പോൾ നന്നായിട്ട് ഗ്രേവി അത് നല്ല ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഡ്രൈ ആയി നന്നായിട്ട് ഇത്തിരി നന്നായി ഉടയണം. നന്നായി ഉടയണം. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അതിപ്പോൾ അതിൻ്റെ സബോളയൊന്നും അധികം കാണില്ല. നന്നായി ഇളക്കുക. അപ്പോൾ നന്നായിട്ട് ചൂട്ടോടെ നന്നായി ഇളക്കി പിടിക്കാത്ത രീതിയിൽ നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ടൊമാറ്റോ എഗ് ഫ്രൈ റെഡിയാണ് കേട്ടോ. അടിപൊളിയാണ്. നമുക്ക് ഈ പൊറോട്ട, ചിക്കനൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ മിക്സ് ചെയ്ത് കഴിക്കാൻ നന്നായിട്ട് ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളിയായിരിക്കും. നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കാനും ടേസ്റ്റ് ആയിരിക്കും. അടിപൊളി. അപ്പോൾ ഇതാണ് ടൊമാറ്റോ എഗ് ഫ്രൈ ബ്രദറിൻ്റെ. താങ്ക് യു ബ്രോ.